കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉച്ചത്തേന് കൊണ്ടുപോകാനുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ വെച്ചിട്ടൊരു മസാല കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിയാലോ? എന്നാൽ നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട, അത് മാത്രം മതി. എനിക്ക് വഴുതനങ്ങ വെച്ചിട്ട് വെറുതെ പച്ചമുളക് കീറിയിട്ടിട്ട് മെഴുക്ക് വരട്ടി പോലെ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് അമ്മുവിന് ഇഷ്ടമല്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതിലേക്ക് ഇച്ചിരി തക്കാളി ഇതൊക്കെ ചേർത്ത്, തക്കാളി ചേർക്കുമ്പോൾ ഒരു ഇച്ചിരി പുളിയൊക്കെ ഉണ്ടാവുമല്ലോ, പക്ഷേ മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ അവർക്ക് ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റ് അങ്ങനെ ഉണ്ടാക്കി. നമുക്ക് വേറെ ചാറുകറി അതൊന്നും വേണമെന്നില്ല, ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വഴുതനങ്ങ അരിഞ്ഞ് കഴുകി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി അതെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി കേട്ടോ. ഇത്രയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ചട്ടി അടുപ്പിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇതുണ്ടോ എണ്ണക്കുപ്പിയുടെ മോഡൽ. ഇപ്പം ഇങ്ങനെ കുപ്പി, റെഡിമെയ്ഡ് കുപ്പി കിട്ടും കേട്ടോ, എണ്ണയോട് കൂടിയ കുപ്പി. അതിന് മൂടി വരട്ടെ, എടുക്കാൻ സുഖം. അപ്പം ഇതാ 500 എണ്ണയാണ്. അതാ എണ്ണ എടുത്തിട്ട് കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്ത് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞ് അതിലേക്ക് ഇടുക കേട്ടോ. ഇത് നല്ലോണം ഒന്ന് വഴഞ്ഞ് വരട്ടെ. അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ഇടാം കേട്ടോ. ഇപ്പോൾ അത് കൂട്ടുകാരെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഇളക്കി പൊത്തി വെക്കാം. തക്കാളി ഒന്ന് വേഗണ്ട. തക്കാളി വേകട്ടെ കുറച്ച്. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ബാക്കി വഴുതനങ്ങ വേവുന്നതിൻ്റെ കൂടെ കണ്ടോളൂ. അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ഇടാം. അപ്പം മസാലേൻ്റെ പച്ചപ്പ് മാറുന്നോടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ അതാ അതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം.
നല്ലോണം മിക്സാക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ട, കിട്ടില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് കൂട്ടുകാരെ, അപ്പം നമ്മുടെ വഴുതനങ്ങ മസാല റെഡിയായിട്ടാ. വേണ്ട, ഇത്രയേ ഉള്ള പരിപാടി. ഇതിന് പിന്നെ ഒരു അച്ചാറോ അല്ലെ ഒരു മീൻ വറുത്തതോ ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട, ഇത് മാത്രം മതി നമുക്ക് ചോറ് തിന്നാനേ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കണ്ടോ, നല്ല ടേസ്റ്റാട്ടോ അത് കൂട്ടി ചോറ് തിന്നാൻ. ചോറും കറിയൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ പോവാൻ. അപ്പോൾ എൻ്റെ ചോറ് പാത്രത്തിലാക്കി വഴുതനങ്ങ മസാലയും പിന്നെ ഇരുമ്പനെല്ലി അല്ല അമ്മ അതിനെന്താ പറയുക, അല്ല ഇരുമ്പനെല്ലി അല്ല കേട്ടോ, സോറി, ചീമനെല്ലി അച്ചാറും. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. അമ്മൂനിന്ന് പരീക്ഷയില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.